ഞാനിപ്പോൾ സുനിലിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഡോക്ടർ എസ് കല്യാണരാമനുമായിട്ട് സംസാരിച്ചത്. വളരെ സ്കോളർലി പേഴ്സണാണ്. ചെന്നൈയിലുള്ള സരസ്വതി റിസർച്ച് ഫൗണ്ടേഷൻ്റെ ഡയറക്ടറാണ് അദ്ദേഹം. എന്തായിരിക്കും യുദ്ധത്തിൻ്റെ ഫൈനൽ ഔട്ട്കം എന്തായിരിക്കും? അതേപോലെ ഇറാൻ വിൽ ബി ഒബ്ലിറ്ററേറ്റഡ്. അതെ അതെ, ഇറ്റ് ഈസ് ആസ് ട്രാൻസ്പാരന്റ് ആസ് എവർ. കാരണം ഇത്രയും സുതാര്യമായിട്ടുള്ള ഒരു യുദ്ധം എങ്ങും നടന്നിട്ടില്ല. ഇറാന്റെ കച്ചവടം തീർന്നു, അതെ, അടിച്ചു പൂട്ടി തകർക്കും ഇറാനൊക്കെ. അവർക്ക് കീഴടങ്ങുകയാണ് നല്ലത്. കാരണം അമേരിക്കയും ഇസ്രായേലും കൂടി ഒരു വശത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ലോകം പിടിച്ചെടുക്കാൻ വളരെ എന്താ പറയുക എളുപ്പമാണ്. ഈ ഡോക്ടർ കല്യാണരാമൻ്റെ കാര്യം, അദ്ദേഹത്തിൻ്റെ ഫോർകാസ്റ്റ്, അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം അപ് ടു ദി എന്താ പറയുന്ന പോയിൻ്റാണ്. ഹിലറി ക്ലിൻ്റണും പിന്നെ നമ്മുടെ ട്രംപും കൂടി മത്സരിച്ചുള്ളൂ പ്രസിഡൻറ്റ് പദത്തിലേക്ക്. റണ്ണപ്പ് ആ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ്റെ ഇതിന് നടക്കുമ്പോൾ ഞാൻ സ്ഥിരം അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കുകയായിരുന്നു ആരാ ജയിക്കുകയെന്ന്. അദ്ദേഹം പറയും എന്ത് എത്ര സംശയം, ട്രംപ് ജയിക്കും, ട്രംപ് വിൽ വിൻ ഹാൻഡ്സ് ഡൗൺ എന്നാണ് പറഞ്ഞത്. അതേപോലെ ഇലക്ഷൻ ഇവിടെ എല്ലാവരും പറഞ്ഞിരുന്ന ഹില്ലറി ക്ലിൻ്റൺ ജയിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വനിത എന്നുള്ള രീതിക്ക് അവർക്ക് ജനങ്ങളിൽ അംഗീകാരം കിട്ടുമെന്നാണ് പറഞ്ഞത്. എന്ത് വനിത? അമേരിക്കക്കാർക്ക് എന്നും ശക്തനായ ഒരു പ്രസിഡൻറ്റിനെയാണ് അവർക്ക് ആവശ്യം. അവർക്ക് മനസ്സിലായി ഇയാളുടെ കയ്യിൽ സൂത്രമാണ് അമേരിക്ക രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളത്. അതേപോലെ പിന്നീട് നടന്ന ഇലക്ഷനിൽ എനിക്ക് നന്നായിട്ട് അറിയാം, കല്യാണരാമൻ അമേരിക്കൻ പ്രസിഡൻറ്റിന് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു പലവട്ടം. നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കുറേ കൂടി സുശക്തവും സുരക്ഷിതമാക്കണം. കാരണം അവിടെ കള്ളവോട്ടിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അദ്ദേഹം വാഷിങ്ടണിൽ കുറേ വർഷം ഉണ്ടായിരുന്നു. ആ അനുഭവം വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അവർ കേട്ടില്ല, തോറ്റുപോയി. ആ തോൽവി എന്ന് പറയുന്നത് എത്ര വോട്ടിനാണ് തോറ്റെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല ബൈഡൻ്റെ അടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ട്രംപ് രണ്ടും കൽപ്പിച്ചിറങ്ങി. അയാൾ ജയിക്കുകയും ചെയ്തു. അതും ഇദ്ദേഹം ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ട്രംപാണ് ജയിക്കാൻ പോകുന്നത്. അപ്പോൾ അവർക്ക് ഇതിനൊക്കെ നേരിട്ട് ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് അറിയാം അവർക്കൊക്കെ. ഇദ്ദേഹം ഈ കണ്ടമാനം യാത്ര ചെയ്യുന്ന മനുഷ്യന്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഒരു ഡയറക്ടർ ജോലി രാജിവെച്ചിട്ട് ഫുൾ ടൈം ഗവേഷണത്തിലും പഠനത്തിലും ഇൻവോൾവ് ആവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും. അതൊരു ഒരു മഹാമുനിയെ പോലെ ഇരുന്ന്. അപ്പോൾ ഈ യുദ്ധം എന്താണ് പറയുന്നത്, ഫൈനൽ വിസിൽ എത്തുന്നതിന് മുമ്പ് നമുക്കറിയാം എന്താ ഗോൾ അടിക്കാനുള്ളതൊക്കെ ഗോൾ അടിച്ചു കഴിഞ്ഞു. പിന്നെ ഉള്ളത് സമയം പോക്കാൻ വേണ്ടിയിട്ടുള്ള കളി മാത്രമാണ്. ഇസ്രായേലും അമേരിക്കയും കൂടി ഇറാനെ ഒരു അരിക്കാക്കും.